ഇപ്പൊ നിലവിളക്ക് കൊളത്തൽ പലപ്പോഴും വിവാദങ്ങളാവാറുണ്ട്. നിലവിളക്ക് കൊളത്തൽ എന്താ? നിലവിളക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ആ കത്തുന്ന ആ ഒരു പാത്രം പോലുള്ള സാധനത്തിന്റെ അടിയിൽ 18 റൗണ്ടുകൾ വേണം. ഓരോന്നും ഓരോ ദേവതകളെയാണ് കുറിക്കുന്നത്. ആ ദേവതകളെ ഉപാസിച്ചിട്ട് വേണം നിലവിളക്ക് കൊളത്താൻ. ഈ നിലവിളക്കിന്റെ എണ്ണ ഒഴിക്കുന്ന ആ സാധനം ഏതാണ്? ആ നിലവിളക്കിൽ എണ്ണ ഒഴിക്കുന്ന ആ പാത്രത്തിന്റെ മുകളിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന സാധനം എന്താണ്? ഞാൻ എന്റേതായ ഭാഷ പറയാതെ ഒരു പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിക്കാം. സന്ധ്യാനാമവും നിലവിളക്കും എന്ന ഹൈന്ദവർ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കാം. എന്തിനാണ് ഇങ്ങനെ നിലവിളക്കുമ്പൊക്കെ കൂടുന്നു, കത്തിച്ചാ പോരെ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. നല്ല ചോദ്യം. നമ്മൾ വിശാലമായി വായിക്കേണ്ട ഒരു ഭാഗമാണ്. ഞാൻ അതിന്റെ പ്രധാന ഭാഗം മാത്രം വായിക്കാം. ഷഡാധാരങ്ങളോടുകൂടിയ ശിവലിംഗമാണ് നിലവിളക്ക്. ശിവലിംഗമാണ് നിലവിളക്ക്. അതിൽ എണ്ണ ഒഴിക്കുന്ന എണ്ണത്തട്ട് യോനിയും. എണ്ണ ഒഴിക്കുന്ന എണ്ണത്തട്ട് യോനിയും. അതിന്റെ നടുക്കുനിന്ന് മുകളിലേട്ട് ഉയർന്നു നിൽക്കുന്ന നാരായം ശിവലിംഗവും. വിളക്കിലൊഴിക്കുന്ന എണ്ണധാരയും നിറഞ്ഞു കത്തുന്ന ദീപം ശിവചൈതന്യവുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നാം അറിയാതെ നിത്യവും ശിവലിംഗ പൂജ തന്നെയല്ലേ നടത്തുന്നത്? നിലവിളക്ക് കൊളുത്തുന്നതോടുകൂടെ നിത്യവും ശിവലിംഗ പൂജയല്ലേ നടത്തുന്നത്? എന്തൊരു മഹാഭാഗ്യം! അവരുടെ വിശ്വാസമാണ്. ശിവലിംഗ പൂജ നടത്തുന്നതിനെ കുറിച്ച് എന്തൊരു മഹാഭാഗ്യം എന്ന് പറയുന്നു. നാം അറിയാതെ നമ്മെക്കൊണ്ട് എത്ര ഉത്കൃഷ്ടമായ കാര്യമാണ് ദിഷണാശാലികളായ നമ്മുടെ പൂർവ്വസൂരികൾ ആചരിപ്പിച്ചു വന്നത്. നിലവിളക്കിട് കൊളത്തൽ വഴി നമ്മളെ കൊണ്ട് എന്തൊരു വലിയ ആരാധനയാണ് നമ്മുടെ പൂർവികൾ ചെയ്യിപ്പിച്ചു വന്നത് എന്ന്. മുസ്ലിമായൊരു മനുഷ്യൻ നിലവിളക്ക് കൊളത്തുമ്പോ ഉണ്ടോ, അവനറിയാതെ ശിവലിംഗത്തെ ആരാധിക്കുന്നു. ആ എണ്ണ ഒഴിച്ചിരിക്കുന്ന ആ പാത്രം യോനിയാണ്, അതിനെയും ബഹുമാനിക്കുന്നു. നമ്മളറിയാതെ എത്ര ഉത്കൃഷ്ടമായ ഒരു പരിപാടിയാണ് നമ്മുടെ പൂർവികർ ശിവലിംഗ പൂജ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. എത്ര മഹാഭാഗ്യം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് അവരുടെ ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുന്നത്. ഇനി പറയൂ, എന്തിനായി നിലവിളക്ക് കൊളുത്തുമ്പോ മാറി നിൽക്കുന്നത് ഒരു വിശ്വാസിയായ മനുഷ്യൻ? എന്തിനാ നിലവിളക്ക് കൊളുത്തുമ്പോ ഒരു വിശ്വാസിയായ മനുഷ്യൻ മാറി നിൽക്കുന്നത്? അത് അത്രമേൽ വിവാദമാക്കേണ്ടതുണ്ടോ? പിന്നെ പൊതുപരിപാടികൾ നിലവിളക്ക് വെച്ച് കൊളുത്താൻ നിർബന്ധിക്കുന്നിടത്തല്ലേ പ്രശ്നം? ഇപ്പൊ ദേശീയ ഉത്സവം എന്നും പറഞ്ഞിട്ട് ഓണത്തെ ആഘോഷിക്കേണ്ട കാര്യം, ഓരോരുത്തർക്കും അവരവരുടെ ഉത്സവങ്ങൾ ഉണ്ടാകും. അത് പൊതു ഇടങ്ങളിലേക്ക് കൊണ്ടുവരേണ്ട കാര്യം, നിർബന്ധമായും ഓണാഘോഷിക്കണമെന്ന് സർക്കുലർ വരേണ്ട കാര്യം, അതൊക്കെ മതേതരമായ രാജ്യത്ത്, മതനിരപേക്ഷമായ രാജ്യത്ത് നിർബന്ധമായും ചെയ്യേണ്ടത് തന്നെയാണോ എന്ന് ആലോചിക്കണ്ടേ നമ്മളൊക്കെ? മുസ്ലിങ്ങളെ കുറിച്ച് മാത്രമല്ല പറയണത്. മുസ്ലിങ്ങൾ അങ്ങനെ ആലോചിക്കണം എന്നുള്ളതിനെ കുറിച്ചല്ല നാം പറയേണ്ടത്. നമ്മൾ ഒന്നിച്ച് ആലോചിക്കണ്ടേ? മലബാർ മേഖലയിലൊക്കെ ഒരു ക്രൈസ്തവ കുട്ടി പോലും ഉണ്ടാവില്ല സ്കൂളിൽ. പക്ഷെ 2-3 ദിവസം ക്രിസ്തുമസ് ആഘോഷമായിരിക്കും. അതിന് പുൽക്കൂട് നിർമ്മിക്കാൻ വേണ്ടി കുട്ടികളെ കൊണ്ട് പുല്ലുകൊണ്ടിരിപ്പിക്കും. വീട്ടിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന പശുവിന്റെയും മാടിന്റെയും ഒക്കെ ഈ ചെറിയ പ്രതിമകൾ, രൂപങ്ങൾ കുട്ടികളോട് കൊണ്ടുവരാൻ പറയും. ഉണ്ണിയേശുവിനെ സൃഷ്ടിക്കും. എന്നിട്ട് ഉണ്ണിയേശുവിന്റെ കഥ പറഞ്ഞു കൊടുക്കും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ടോ എന്നതിൽ ബൈബിൾ പണ്ഡിതന്മാർ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നുണ്ട്. ഫാദർ ബെഞ്ചമിൻ കൽധാനി അത് തുറന്നെഴുതിയിട്ടുണ്ട്. അതൊക്കെ മറ്റൊരു വശം. ഇതൊരു മതതാരതമ്യ വേദിയല്ലല്ലോ, അതുകൊണ്ട് അത് പറയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആ പാട്ട് പാടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് മുസ്ലിം കുട്ടികളെല്ലാം ഇത് പഠിക്കുന്നു, ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നു. ദൈവം മനുഷ്യനായി ജനിച്ച ഉണ്ണിയേശുവിനെ സ്നേഹിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും ആ ആദർശം പഠിച്ചുകൊണ്ടും വിനയാന്വിതം ഈ പുൽക്കൂടിന് മുന്നിൽ നിൽക്കുന്നു. എന്നിട്ട് നല്ല തടിച്ച കുട്ടിനെ നോക്കി, വയറൊക്കെ ചാടിയ കുട്ടിനെ നോക്കിയിട്ട് സാന്താക്രോസ് അപ്പൂപ്പനാക്കുന്നു. എന്നിട്ട് കരോൾ സംഘത്തെ സ്കൂളിൽ തന്നെ സൃഷ്ടിക്കുന്നു. കരോൾ സംഘം ഓരോ ക്ലാസ് റൂമിലും പോയിട്ട് ചെണ്ട കൊട്ടി പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. എന്ത് പാട്ട്? യേശുവിനെ ദൈവമാക്കുന്ന പാട്ട്.
നമ്മൾ മതേതരത്വം മതസൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞ എല്ലാവരും എല്ലാവരും ചെയ്യാണെന്നാണോ എന്ന് നമ്മൾ ആലോചിക്കുക.